Hello guys, welcome back to my channel Art with Sathija. Here we will discuss all about art. ഇന്ന് ഇത്തവണ എന്താ വരയ്ക്കുകയെന്ന് ആലോചിച്ച് എങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഈ മന്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് മുഴുവനും ഫ്രൂട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനോർത്ത് ഫ്രൂട്ട്സിൻ്റെ തന്നെ ഒരു ബുക്ക് മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് റീഡിങ് ഹാബിറ്റ്സ് ഉള്ള ആളാണ് ഞാനപ്പോൾ എന്ത് ചെയ്യുന്നപ്പോൾ DIY പോലെ നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് ബേസായിട്ട് വെക്കാമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനൊരു പേപ്പർ എടുത്തു. അപ്പോൾ അതിന് 3 പാർട്സായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനൊരു ഭംഗിയായിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ചെറിയ ഹോളും ഇടുന്നുണ്ട് കേട്ടോ, അത് പിന്നെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഓരോ ഇതായിട്ട് ഓരോ പടമായിട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പടമാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. സെക്കൻഡിലൊരു സ്ട്രോബെറിയാണ്, പിന്നെ ഒരെണ്ണത്തിന് അതൊരു ഓറഞ്ച് ബേസ്ഡായിട്ടും ചെയ്യുന്നുണ്ട്. ഈ 3 എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റിൽ ഒരു ലൈറ്റായിട്ടൊരു സ്കെച്ച് ചെയ്യുന്നുണ്ട് പെൻസിൽ വെച്ചിട്ട്. ദെൻ അതിലേക്ക് നമ്മൾ പയ്യെ കളർ ചെയ്യണം. ഈ കളറിൻ്റെ ബോക്സ് ഞാൻ പുതിയത് വാങ്ങിയതാണ് കേട്ടോ. 48 കളേഴ്സ് ഉണ്ട്, ക്യാമലിൻ്റെ ആണ്. നല്ല പിഗ്മെൻ്റൊക്കെ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറ്. സാധാരണ നോർമൽ ഞാൻ 2 യൂസ് ചെയ്യാറുണ്ട്, ട്യൂബിലുള്ളതും യൂസ് ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്യാം എന്നുള്ളൊരു ഗുണം അതിനുണ്ട്. അപ്പോൾ അത് എനിക്കത് ഇഷ്ടപ്പെട്ടത് കാരണമാണ് ഞാനത് വെച്ചുകൂടി നമുക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ പയ്യെ ഒരു ചെറിയായിട്ടൊരു ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കളർ കൂടുതൽ ആഡ് ചെയ്ത് അങ്ങനെ പോകണേ. ചെറിയായിട്ടൊരു ഹൈലൈറ്റ്സൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് അല്ലാതെ ഇതൊരു നോർമൽ പാടായിട്ടും ഇത് വരയ്ക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ചെറുതായിട്ട് ഒരു അഫർമേഷൻ കാർഡ് കൂടി ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ചെറിയ എന്തെങ്കിലും ബേസ്ഡായിട്ട്, അതായത് ഇപ്പോൾ ഫ്ലവർ ബേസ്ഡായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതേപോലത്തെ കൂടിയൊക്കെ വരയ്ക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനിയും വരുന്ന വീഡിയോസൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് ഒന്ന് പറയുവാണെങ്കിൽ ഞാൻ അതുപോലെ അതുമൊക്കെ ഇനിയുള്ള പടങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എൻജോയ്. ഇത് 4 അല്ല 3 ബുക്ക് മാർക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ.
ബൈ.